ഹൈക്കമാൻഡുമായുള്ള ചർച്ചയ്ക്കായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരനും ഡൽഹിയിലെത്തി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി ഇരുവരും കൂടിക്കാഴ്ച നടത്തും. യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പ് നീട്ടണമെന്ന് നേതാക്കൾ ആവശ്യപ്പെടും. വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, എത്ര മണിക്കാണ് കൂടിക്കാഴ്ച നടക്കുക? എന്തൊക്കെ ചർച്ച ചെയ്യാനാണ് സാധ്യത? ശ്രുതി, 2 ദിവസത്തെ കൂടിക്കാഴ്ചയ്ക്കാണ് ഇന്ന് പ്രതിപക്ഷ നേതാവും ഒപ്പം കെ.പി.സി.സി അധ്യക്ഷനും ദില്ലിക്ക് പോകുന്നത്. രണ്ടുപേരും കൊച്ചിയിൽ നിന്നാണ് യാത്ര പുറപ്പെടുന്നത് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. എ.ഐ.സി.സി നേതാക്കൾക്കൊപ്പം സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കാണുന്നതിന് വേണ്ടി സമയം ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ സംഘടനാ കാര്യങ്ങളും നിലവിൽ ഇപ്പോൾ കെ. സുധാകരൻ അഭിമുഖീകരിക്കുന്ന മോൺസൺ മാവുങ്കൽ പ്രശ്നവും എല്ലാം തന്നെ, കേസും അതിന്റെ ജാമ്യവും എല്ലാം തന്നെ ചർച്ചയാകുമെന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. കാരണം ഈ കെ. സുധാകരന്റെ അറസ്റ്റും തുടർന്നുള്ള ജാമ്യവും എല്ലാം തന്നെ വലിയ വിവാദവും ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. ആ ചർച്ച ഒരു ഗ്രൂപ്പ്, അതായത് എ ഗ്രൂപ്പിന്റെ മൗനം, ഒപ്പം തന്നെ CPM ഉന്നയിക്കുന്ന രാജ്യ ആവശ്യങ്ങൾ, ഇതെല്ലാം തന്നെ ചർച്ചയാകും. അതേസമയം ഹൈക്കമാൻഡിന്റെ പൂർണ്ണ പിന്തുണ കെ. സുധാകരനുണ്ട് എന്ന് നമുക്ക് വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം കെ. സുധാകരൻ രാജിസന്നദ്ധ അറിയിച്ചെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ രാജി വെക്കേണ്ട എന്നാണ് എ.ഐ.സി.സി നേതൃത്വം സുധാകരനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത്തരത്തിൽ ഒരു രാജിക്കാര്യങ്ങളൊന്നും ചർച്ചയാവില്ല എങ്കിൽ പോലും സംഘടനാ കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാവും. കാരണം ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളാണ് ഉയർന്നു വന്നത്. കാരണം അതിന് AI ഗ്രൂപ്പുകൾക്ക് കാര്യമായ പരിഗണന ലഭിച്ചില്ല എന്നായിരുന്നു ഏറ്റവും വലിയ പരാതി. ആ പരാതി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും DCC ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോകാൻ കോൺഗ്രസ് ഒരുങ്ങുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ചർച്ചയാവും. എന്തായാലും KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരായിരിക്കും ആദ്യ ഘട്ടചർച്ച. അതിനുശേഷമായിരിക്കും രാഹുൽ ഗാന്ധിയെ കണ്ടും ചർച്ച നടത്തും. എന്തായാലും 2 ദിവസത്തെ ദില്ലി സന്ദർശനമാണ് ഇരുവരും തീരുമാനിച്ചിരിക്കുന്നത്. ശ്രുതി, ബിനോയ്, ഈ കെ. സുധാകരനുമായി ബന്ധപ്പെട്ടുള്ള കേസുകളും അറസ്റ്റും ചോദ്യം ചെയ്യലും കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നതും ഒക്കെ തന്നെയാണോ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സമ്മർദ്ദത്തിലാക്കുന്നത്? സംഘടനാ തെരഞ്ഞെടുപ്പ് നീട്ടണമെന്നൊക്കെ നേതാക്കൾ ആവശ്യപ്പെടുമെന്ന് പറഞ്ഞല്ലോ. തീർച്ചയായും ഇത്തരത്തിൽ, അതായത് അവിചാരിതമായാണ് ഇത്തരത്തിലൊരു കേസ് വരുന്നതും ഒപ്പം തന്നെ തുടർന്നുള്ള അറസ്റ്റും പിന്നീട് ജാമ്യമില്ലാതാകുന്നതും എല്ലാം തന്നെ വലിയ ശ്രദ്ധയോടുകൂടി തന്നെയാണ് കോൺഗ്രസ് നേതാക്കന്മാരും നോക്കിക്കാണുന്നത്. കാരണം ഇത്രയും നാൾ ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുന്നതിന് വേണ്ടിയുള്ള അവസരം ഇവർക്ക് ലഭ്യമായിരുന്നു എന്ന് നിലവിൽ KPCC അധ്യക്ഷൻ തന്നെ പ്രതികൂട്ടിലായതോടെ വിഷയങ്ങൾ ആകെ മാറി മറിയുകയാണ്. അതുകൊണ്ടാണ് നിലവിലെ സാഹചര്യത്തിൽ വലിയൊരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും KPCC നേതൃത്വത്തിന് AICC നേതൃത്വത്തിന്റെ പിന്തുണയുണ്ട് എങ്കിൽ പോലും ഈ വിഷയങ്ങൾ അവരെ ധരിപ്പിച്ച് അവരുടെ കൂടെ പിന്തുണയോട് കൂടി ആയിരിക്കും ഇനി മുന്നോട്ട് പോകുക. പ്രധാനമായും ലക്ഷ്യമിടുന്നത് വരും നാളുകളിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ്. അത് മാത്രവുമല്ല, AICC ഈ നിർദ്ദേശം അനുസരിച്ചായിരിക്കും ഒരുപക്ഷെ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത. വ്യക്തമാണ് ബിനോയ്. ഹൈക്കമാൻഡുമായുള്ള ചർച്ചയ്ക്കായി പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഡൽഹിയിൽ എത്തിയിരിക്കുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായും ഇരുവരും കൂടിക്കാഴ്ച നടത്തും. യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പ് നീട്ടണമെന്നും നേതാക്കൾ ആവശ്യപ്പെടും. വിവരങ്ങളാണ് ബിനോയ് നൽകിയത്.